സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോട് അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ രാജാവ് തന്നെ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവന്റെ സ്തുതിയെ പ്രസിദ്ധമാക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും ഒരു സാഹചര്യം കൂടെ, ഒരു മുഖാന്തരങ്ങളിൽ കൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടാവുന്നതായ എല്ലാവിധമായ പ്രയാസങ്ങളൊക്കെയും അങ്ങ് ഞങ്ങളെ വിടുവിച്ചു. സുഖഭദ്രമായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു വഴി നടത്തി. പുതിയൊരാഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം തന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ ഒരുക്കിയ നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിലോ ഏത് സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഇന്നത്തെ പരിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ആരാധനയ്ക്കായിട്ട് നിന്റെ മക്കൾ കടന്നു വരുന്നുവോ, ആ സാഹചര്യങ്ങളിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ അങ്ങ് നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ അനുഗ്രഹിക്കണം. ആരാധനയുടെ സാന്നിധ്യം കർത്താവിനെ ഏറ്റെടുക്കണം. ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്നതായ ആരാധന കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ എന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. മാനവും മൗത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിൽ 96-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 96-ാമത്തെ ഗീതം നമുക്ക് പാടാം. നിനക്കെന്നും വന്ദനം യേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. സന്നിധിയിൽ ആടിയാക്കോ
പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ നിന്നാടിയാക്കുതിരാ സന്നിധം വന്നിടാമേ സകലം നിന്നാടിയാക്കുതിരാ സന്നിധം വന്നിടാമേ സകലം ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കേൾക്കാനുള്ള പാത്രതായേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ പാത്രതായേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളോ ജീവനാഥ നീയൊഴികെ ഇല്ലത്തെ മറ്റാരുമില്ലാതെ പാർപ്പാരേ നീയൊഴികെ ഇല്ലത്തെ മറ്റാരുമില്ലാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം 5-ാം പുറം 3-ാം ഭാഗത്തുള്ള ലിത്താനി നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. ആരാധനക്രമം 5-ാം പുറം 3-ാം ഭാഗത്തുള്ള ലിത്താനി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതമേ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സ്രഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയവരോട് ചെയ്യുന്ന സിംഹരാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോട് ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യർക്കും പകർന്നിരിക്കുന്നു എന്ന് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചിരിക്കുമ്പോൾ സർവശക്തന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കുറവുകളും പാപങ്ങളും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തോടുകൂടെ അപേക്ഷിക്കാം. പാപസ്വീകാര പ്രാർത്ഥനയായി ആരാധനക്രമം 10-ാം പുറത്തിലെ 3-ാമത്തെ പ്രാർത്ഥന, അവസാന ഭാഗത്തുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 10-ാം പുറം അവസാന ഭാഗത്ത് കാണുന്നതായ പ്രാർത്ഥന. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ
തിരുമുൻപാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽക്കുവാനും അവിടുത്തെ മഹത്വ രാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. ആരാധനക്രമം 17-ാം പുറത്തിലുള്ളതായി ലിത്താനി സ്തോത്ര പ്രാർത്ഥനയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആരാധനക്രമം 17-ാം പുറത്തിലുള്ളതായ ലിത്താനി. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടിയും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ, രാത്രി, വേനൽ, മഴ, വിതാക്കൊയ്ത്ത്, സസ്യാദികൾ എന്നിവകൾക്ക് വേണ്ടിയും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവകൾക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവകൾക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിയുവാക്കളായ മക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്ക് വേണ്ടിയും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പാട്ടുപുസ്തകത്തിലെ 61-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാട്ടുപുസ്തകത്തിലെ 61-ാമത്തെ ഗീതം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക താമേനി വന്നെന്നിൽ എന്നും മാതി വസിച്ച വന്ന
കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടുത്തന്യർക്കം നോക്കിയ സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടുത്തന്യർക്കം നോക്കിയ സങ്കടപ്പെട്ടിടുന്നു കർത്തനെയത്രയോ നഷ്ടമാക്കി ജീവിതം എന്നും കഷ്ടത തന്നിവാലയുന്നു ഞാനിത തട്ടിയുണർത്തേണമേ എന്നും കഷ്ടത തന്നിവാലയുന്നു ഞാനിത തട്ടിയുണർത്തേണമേ ജീവിതത്തിൽ പരിപാലിക്കപ്പെട്ടിട ദൈവമാവേ വന്നെങ്കിൽ എന്നും ആവസിച്ചു തേജസാലൂടെ ജീവൻ പ്രശോഭിപ്പിക്കാം എന്നും ആവസിച്ചു തേജസാലൂടെ ജീവൻ പ്രശോഭിപ്പിക്കാം. ഈ സമയം 148-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യങ്ങളായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 148 വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിച്ചിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വവും ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായി തീർച്ചയായി അവൻ സൂര്യത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തന്നെ. ആമേൻ. ഈ സമയം ഇന്നത്തേക്കായിട്ടുള്ള തിരുവചന പാഠഭാഗങ്ങൾ ഈ സമയത്ത് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തേക്കായിട്ടുള്ള തിരുവചന പാഠഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കും. തിരുവചന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ എന്റെ അകത്തിൽ നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്
അടിയനിതാ അടിയൻ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ലേഖന വേദഭാഗം വെളിപാട് 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 4:1 മുതൽ 11 വരെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോടും സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവൻ 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെ. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്താൽ ദൈവം നമ്മെ എവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാം പുറം. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു.
ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ശാന്തവും മനോഹരമായൊരു വിശുദ്ധ ദിവസം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും ഒരു ഭാഗ്യം കൂടെ തന്നതിനായി സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് വഴി നടത്തിയിരിക്കുന്ന വലിയ കൃപകൾക്കായി ആയിരം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കാരണം കർത്താവെ, ഞങ്ങൾ ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാല് പതിനായിരക്കണക്കിന് ആളുകൾ വേദനപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ണീരോടെ കഴിയുന്നതായ ഒരു സാഹചര്യത്തിലാണ്, അപ്രകാരമുള്ള ഒരു ലോകത്തിലാണ് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ശാരീരികമായി പലതരത്തിലുള്ളതായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും കർത്താവെ, അങ്ങ് ഞങ്ങളെ ഈ കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കപ്പുറമായി അങ്ങ് ഞങ്ങളെ കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം അനുഗ്രഹിച്ച് വഴി നടത്തിയ വലിയ കൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു. പുതിയൊരാഴ്ചവട്ടത്തിലേക്ക് കർത്താവെ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ സമൃദ്ധിയായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ക്ലേശങ്ങളും ഒന്നും ആരെയും വലയ്ക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവം സമൃദ്ധിയുടെ അനുഭവം നൽകി ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന ഓരോ നിന്റെ മക്കളെയും സമൃദ്ധിയായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. സർവശക്തനായ ദൈവമേ, അങ്ങ് അറിയുന്നുവല്ലോ. സർവശക്തനായ ദൈവമേ, നിന്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ ആവശ്യങ്ങളിലൂടെ, അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലൂടെയും കർത്താവ് ഇടപെടണമേ. അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് പലതരത്തിലുള്ളതായ ശാരീരികമായുള്ള ബലഹീനതകളോടെ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്വർഗത്തിലെ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ശാരീരികമായുള്ള പ്രയാസങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്ന കർത്താവ്, ആശ്വാസം നൽകുവാൻ കഴിയുന്ന കർത്താവ് അങ്ങ് പ്രവർത്തിക്കണമേ. സൗഖ്യം നൽകണമേ, ആശ്വാസം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിലൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുമ്പോൾ കർത്താവെ, ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് ഈ നാളുകളിൽ കർത്താവെ ആയിരിക്കുന്നതായ സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ നല്ല രീതിയിൽ വിദ്യാഭ്യാസ മേഖലകളിലൂടെ ഈ നാളുകളിലെ വിവിധ മീഡിയകളിലൂടെ അവർക്ക് ലഭിക്കുന്നതായ പഠനങ്ങൾ, അവർക്ക് ലഭിക്കുന്നതായ അറിവ് അവരുടെ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് പ്രയോജനത്തിന് കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിച്ചു മിടുക്കരായി കർത്താവെ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തൊഴിൽ മേഖലകളിലൂടെ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങൾ ലോകത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ ഉപജീവന മാർഗങ്ങൾക്ക് പോകുവാൻ തക്കവണ്ണം കഴിയാതെ വിദേശ രാജ്യങ്ങളിലെ ഭവനങ്ങളിലായിട്ട് കഴിയുന്ന അനേകം പ്രിയ സഹോദരങ്ങളുണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവരെ സന്ദർശിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. യാതൊരു തരത്തിലുള്ള രോഗങ്ങളോ പീഡകളോ ബാധകളോ പ്രയാസങ്ങളൊന്നും എന്റെ മക്കളെ ഭാരപ്പെടുത്താതെ സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റു വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളായിരിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റു വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യങ്ങളിൽ നിന്റെ മക്കൾ ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുന്നുവോ ആ സാഹചര്യങ്ങളിൽ കർത്താവ് അവരെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ വേദനപ്പെട്ടുകൊണ്ടായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കണമേ. പ്രകൃതിയുടെ നാഥനായ കർത്താവ്, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവമേ, പ്രകൃതിയിലൂടെ കർത്താവ് പ്രവർത്തിക്കണമേ. ആർക്കും യാതൊരു തരത്തിലുള്ള രോഗങ്ങളെ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കണമേ. ഈ പകർച്ചവ്യാധിയുടെ ബാധ എത്രയും വേഗം ഭൂമുഖത്തുനിന്ന് മാറുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ദേശത്ത് പാർക്കുന്ന
പാർക്കുന്ന ഓരോ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. ശാരീരികമായുള്ള പ്രയാസങ്ങളോടെ, ഭാരങ്ങളോടെ, ബുദ്ധിമുട്ടുകളോടെ, വേദനകളോടെ, ക്ലേശങ്ങളോടെ ആരെങ്കിലും ആയിരിക്കുന്നവരുണ്ട് എങ്കിൽ കർത്താവ് അങ്ങ് തൊടണമേ, സൗഖ്യം കൽപ്പിക്കണമേ. ദേശത്ത് അനുഗ്രഹിച്ച് കർത്താവ് രോഗങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളൊക്കെയും വിടുവിച്ച് ദേശത്ത് പാർക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമൃദ്ധിയായിട്ട് അങ്ങ് അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നിന്റെ മക്കളും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ചില നാളുകളായിട്ട് കർത്താവെ രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്നതായ സ്ഥലങ്ങളില് യുദ്ധത്തിന്റെ പ്രയാസങ്ങളോടെ കർത്താവെ അനേകം സൈനികരുടെ വേർപാട് ദുഃഖത്തോടെ കഴിയുന്നതായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇന്ത്യയിൽ, ഭാരതത്തിൽ ഞങ്ങൾക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്രകാരം കർത്താവെ അതിർത്തിയിൽ കാവൽ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുന്ന അതിർത്തി നിൽക്കുന്ന സൈനികരെ സ്വർഗത്തിലെ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ തങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണം. ഈ നാളുകളിൽ കർത്താവ് യുദ്ധത്തിന്റെ പ്രയാസങ്ങളാല് വേർപെട്ടു പോയ പ്രിയ കുടുംബങ്ങളെ, അവരുടെ വേർപാട് ദുഃഖത്തിൽ കഴിയുന്ന പ്രിയ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തണമേ. രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവനെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം അവരിലൂടെ ഇടയായ സാഹചര്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ. തുടർന്നതായ നാളുകളിലെ യുദ്ധമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ സമാധാനത്തോടെ കർത്താവെ ആ ദേശമായിരിക്കാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് 2 രാജ്യങ്ങളിലെയും ഭരണാധികാരികളിലൂടെ ദൈവം അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് പകർന്നങ്ങ് വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നാളുകളിലെ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്ന ആതുര സേവന രംഗങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരായി, നഴ്സുമാരായി, ആരോഗ്യ പ്രവർത്തകരായി വിവിധ സാഹചര്യങ്ങളിലൂടെ ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അങ്ങ് അനുഗ്രഹിക്കണം. നിയമപാലകരായി ദൈവമേ ആയി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവെ ഭരണാധികാരികളെ അങ്ങ് അനുഗ്രഹിക്കണം. നല്ലതായ തീരുമാനങ്ങൾ അപ്പോഴപ്പോൾ കർത്താവെ എടുത്ത് അതിനനുസൃതമായി ജനങ്ങളെ സംരക്ഷിക്കുവാൻ, രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഒക്കെയുള്ളതായ കൃപകള് അവരിലൂടെ അങ്ങ് നൽകി അങ്ങ് അവരെ അനുഗ്രഹിച്ച് അങ്ങ് വഴി നിർത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ വ്യാപനം കുറയുവാൻ തക്കവണ്ണം, അത് തടയപ്പെടുവാൻ തക്കവണ്ണം എടുത്തുള്ളതായ എല്ലാ മാർഗങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ. എല്ലാവരും കർത്താവെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അനുസരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് രോഗവ്യാപനത്തിന്റെ വ്യാപ്തി കുറയ്ക്കുവാൻ തക്കവണ്ണം എല്ലാവരിലൂടെയും ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ എല്ലാവിധമായ നന്മകളും അങ്ങ് നൽകി അങ്ങ് വഴി നിർത്തി കാത്ത് പരിപാലിക്കണം. വിദ്യാഭ്യാസ മേഖലകളിലൂടെ പരീക്ഷകൾ എഴുതുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല മാർക്കുകൾ വാങ്ങി വിജയം കരസ്ഥമാക്കി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് നമുക്കളായിരിക്കാൻ സർവശക്തനായ ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന അനുഗ്രഹിക്കണം. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ആഴ്ച പുതിയ വയസ്സിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ പുതിയ വർഷം കർത്താവ് അനുഗ്രഹിച്ച് നൽകണം. പുതിയ വയസ്സ് കർത്താവ് അനുഗ്രഹിച്ച് നൽകണം. കർത്താവെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ അപ്രകാരം നന്മയും കരുണയും തങ്ങളുടെ തുടർന്നതായ വർഷങ്ങളിൽ, ജീവിത യാത്രകളിൽ അവർ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തരുമായിരിക്കാൻ സർവശക്തനായ ദൈവമേ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്നു വഴി നിർത്തി കാത്തു പരിപാലിക്കണം. കർത്താവ് ഇന്നത്തെ ആരാധനയിൽ അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു അനുഗ്രഹിച്ച് വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഭവനങ്ങളിലും കർത്താവ് ഏത് സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവ് ഇന്നത്തെ ആരാധനയിൽ നിന്റെ മക്കൾ പങ്കാളികളാകുന്നുവോ ആ സാഹചര്യങ്ങളിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ, ആരാധനയിലൂടെ കർത്താവെ അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ, സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുഭവം അവരിലൂടെ ഉണ്ടാകുവാൻ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന് അനുഗ്രഹിക്കണം. ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ നന്മകൾ നൽകി അനുഗ്രഹിച്ച് അങ്ങ് വഴി നടത്തണം. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ നാളുകളിൽ വലുതും ചെറുതുമായിട്ട് വിവിധങ്ങളായ സഹായങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർ അനുഗ്രഹിക്കണമേ. അവരുടെ സഹായങ്ങളും കരുതലുകളും പ്രവർത്തനങ്ങളും ഒക്കെയും ഈ നാളുകളിൽ സഭയ്ക്ക്, ദേശത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണം. വീണ്ടും വരുന്ന പരിശുദ്ധ ദിവസം ഞങ്ങൾ തിരുവാലയത്തിൽ ഒരുമിച്ച് കൂടി വരും വരെയും അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ വഹിച്ച് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. ആവശ്യങ്ങളിലായി
ആയിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ തക്കവണ്ണം ഇടവരുത്തണം. രോഗികൾ ആശ്വാസം പ്രാപിച്ചുകൊണ്ടായിരിക്കാൻ തക്കവണ്ണം ഇടവരുത്തണം. പലതിനെ ചൊല്ലിയുള്ള ചിന്താകുലങ്ങളോടുകൂടെ ആയിരിക്കുന്നവര് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ തക്കവണ്ണം ദൈവമെങ്ങ് പ്രവർത്തിക്കുകയും ചെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് ദോഷങ്ങളിൽ നിന്ന് പിടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പാട്ടുപുസ്തകത്തിലെ 534 പാട്ട് നമുക്ക് ഈ സമയം പാടാം. പാട്ടുപുസ്തകത്തിലെ 534 പാട്ട്. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളോടും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ ഈ സമയം അറിയിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം സർവശക്തനായ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഇപ്രകാരമുള്ള ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി. ആ വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം എൻ്റെ എല്ലാ കേൾവിക്കാരായ പ്രിയ സഹോദരങ്ങൾക്ക് നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദിവസം ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്നത് ആരാധന മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ആഘോഷം എന്നുള്ളതാണ്. ആരാധന മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ആഘോഷം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ പാഠഭാഗങ്ങൾ നമുക്ക് തിരുവചനത്തിലൂടെ വായിച്ച് കേൾക്കുവാനും ദൈവം നമുക്കിടവരുത്തി. തിരുവചന ചിന്തയിലേക്ക് നാം വരുന്നതായ സന്ദർഭത്തിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ മനുഷ്യർ ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുമാത്രമല്ല, ആരാധന എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലും കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ചിന്തയായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലൂടെ ലോകത്തിലൂടെ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ആരാധനയിലൂടെ അല്ലാതെ മനുഷ്യന് ഒരു കാരണവശാലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനോ സാധ്യമല്ല എന്നുള്ളത് തിരുവചനം നമ്മെ വളരെ സ്പഷ്ടമായി ഓർപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പുതിയ തലമുറകളെ അല്ലെങ്കിൽ വരും തലമുറകളെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് നമുക്ക് ആരാധനയെ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. ആരാധന എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അത്യാവശ്യ കാര്യമായി ചിലർ ചിന്തിക്കുന്നുണ്ട്.
ചിലരെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്നുള്ളത് ഒരു ചടങ്ങായി മാത്രം കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്നുള്ളത് ഒരു ആചാരമായി കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്നുള്ളത് ഒരു പ്രദർശനമായിട്ടും നമുക്ക് സമൂഹത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്രകാരം ആരാധനയിലൂടെ നാം ആയിരിക്കുന്നതായ സന്ദർഭത്തിൽ ലഭിക്കുന്നതായ സൗഖ്യം, സമാധാനം, ധൈര്യം, ശക്തി എന്നിവ എല്ലാം തന്നെ വീണ്ടും വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യർക്ക് പ്രേരകമായി തീരുന്ന ഒരു ശക്തിയായി, ഒരു ചിന്തയായി ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരാധന മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരാധനയിലൂടെ ദൈവം വെളിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ആരാധനയിൽ ദൈവം വെളിപ്പെടുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം തന്നെ വേദപുസ്തകത്തിൽ പറയുന്ന വാക്യം ഇപ്രകാരമാണ്: 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വരും എന്നുള്ളതായ ആ ഒരു വാക്യം നമ്മെ അതിന് വളരെ പ്രേരകമായി, വളരെ ശക്തിയായി നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 or 3 പേർ, അതിന് മുകളിലോട്ട് എത്ര പേർ കൂടി വരുന്നുവോ അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ, ദൈവകൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നതിലൂടെ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഭക്തിയും വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. നാം വായിച്ചു കേട്ടതായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ ഭാഗത്ത് പ്രവാചകൻ കണ്ടതായ ഒരു ദർശനത്തെ, അല്ലെങ്കിൽ പ്രവാചകന് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ ആരാധനയുടെ ഒരു അനുഭവത്തെ അവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. തന്റെ ആ ചിന്തയിലൂടെ, അല്ലെങ്കിൽ താൻ പറയുന്നതായ ആ ഒരു ചിന്തയിലൂടെ, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വാക്യങ്ങളിലൂടെ നമ്മെ അവിടെ ഓർപ്പിക്കുന്നത് ആരാധനയ്ക്ക് ഒരു ക്രമം ഉണ്ട് എന്നുള്ളത് ആ ഭാഗത്തിൽ നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്, ആരാധനയ്ക്ക് ഒരു ക്രമം ഉണ്ട് എന്നുള്ളത് നമ്മെ ഈ ഒരു ചിന്തയിൽ ഓർപ്പിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ക്രമം എന്താണ് എന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സറാഫുകൾ ചുറ്റും നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സറാഫുകൾ ഒരുമിച്ച് ദൈവത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുന്നതായ ഒരു സാഹചര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ നാം ഒരുക്കവാക്യം പറഞ്ഞ് കഴിഞ്ഞ് പാടി ദൈവത്തെ സ്തുതിക്കുന്നതായ ആ ഒരു അനുഭവം, അതാണ് ഇവിടെ സാറാഫുകൾ ഒരുമിച്ച് കൂടി നിന്ന് ദൈവത്തിന്റെ ചുറ്റും നിന്ന് അവനെ സ്തുതിക്കുന്നതിന് സമാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ ഒരു ചിന്ത. രണ്ടാമത് നമ്മൾ അതിന്റെ താഴെ നമ്മൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ പറയുന്നത്, സറാഫുകളുടെ ഘോഷസ്വരത്തിൽ ആലയത്തിന്റെ ഉമ്മറപ്പടിയും അടിസ്ഥാനങ്ങളും കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ സറാഫുകൾ ദൈവത്തെ പാടി ആരാധിക്കുന്നതായ ആ ആരാധന ശബ്ദത്തോട് ഒരുമിച്ചുകൊണ്ട് ആലയത്തിന്റെ ഉമ്മരപ്പടിയും അടിസ്ഥാനങ്ങളും കുലുങ്ങുകയും ആലയത്തിനകത്ത് പുക കൊണ്ട് നിറയുകയും ചെയ്തതായ ഒരനുഭവം. അതിന് നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിലിത്താനിയുടെ ആ ഒരു അനുഭവത്തെ നമുക്ക് അവിടെ താരതമ്യം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഈ കാഴ്ച കണ്ട പ്രവാചകൻ തന്റെ കുറവുകളെ ഉണർന്ന് എനിക്ക് രാജാവായ യഹോവയെ കാണുവാനുള്ള യോഗ്യതയില്ല, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അനുതപിക്കുന്നതായ ഒരവസ്ഥ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന, സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് സറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്നതായ ആ ഒരു അനുഭവത്തിലൂടെ ആലയത്തിന്റെ ഉമ്മറപ്പടികൾ കുലുങ്ങുന്നതും ആലയം പുക കൊണ്ട് നിറയുകയും ഈ കാഴ്ച കണ്ടതായ സന്ദർഭത്തിൽ പ്രവാചകൻ തന്നെക്കുറിച്ച് പശ്ചാത്തപിക്കുകയാണ്, അനുതപിക്കുകയാണ്. എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ എനിക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ ദൈവത്തെ നോക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുന്നില്ല, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അനുതപിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതിന് സമാനമായി നമ്മുടെ ആരാധന ക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ അനുതാപ പ്രാർത്ഥനയുടെ ആ ഒരു അനുഭവത്തെ നമുക്കവിടെ ചിന്തിക്കുവാൻ, താരതമ്യം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. നാലാമതായിട്ട് വായന ഭാഗത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്
സാറാവുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് തീക്കനൽ കുത്തി എടുത്തിട്ട് കനലെടുത്തിട്ട് പ്രവാചകന്റെ നാവിന്മേൽ വച്ച് അവനെ ശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം തുടർന്ന് അവിടെ രേഖപ്പെടുത്തി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പാപിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ് അനുദപിക്കുന്നു. ഈ അനുതാപം കേട്ടതായ സന്ദർഭത്തിൽ സ്വർഗത്തിൽ യാഗപീഠത്തിൽ അഗ്നിയിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു കനൽ സറാഫുകളിൽ ഒരുത്തൻ എടുത്തിട്ട് ഈ പ്രവാചകന്റെ നാവിന്മേൽ വച്ച് അവനെ ശുദ്ധീകരിക്കുന്നതായ ഒരനുഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നമ്മുടെ ആരാധന ക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നോക്കുമ്പോൾ പാപക്ഷമയുടെ ആ ഒരു അനുഭവത്തെ നമ്മുടെ ആരാധന ക്രമവുമായി താരതമ്യം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. തുടർന്ന് അഞ്ചാമത് അതിനുശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധീകരണം പ്രാപിച്ച ശേഷം അവൻ ദൈവശബ്ദം കേൾക്കുകയാണ്. ദൈവവചനം അവൻ കേൾക്കുന്നു. ആരെയാണ് ഞാൻ അയക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആരെയാണ് അയക്കേണ്ടുന്നത് എന്നുള്ളതായ ആ ഒരു ചിന്തയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായത് നമ്മുടെ ആരാധന ക്രമത്തിൽ നാം നോക്കുമ്പോൾ ദൈവവചന പ്രസംഗം അല്ലെങ്കിൽ ദൈവവചനത്തെയാണ് നമുക്കവിടെ രേഖപ്പെടുത്തിയതിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ വചനം ജനത്തിന് വിളമ്പിക്കൊടുക്കുന്നതായ സന്ദർഭത്തിൽ ജനത്തിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതായ ആ ഒരു പശ്ചാത്തലത്തെ അതിനോട് താരതമ്യം ചെയ്യുന്നുണ്ട്. ആരെയാണ് ഞാൻ അയക്കേണ്ടുന്നത്? തുടർന്ന് അവസാനത്തെ പ്രാർത്ഥനയുടെ ഒരു അനുഭവം, സമർപ്പണത്തിന്റെ ഒരു അനുഭവം പ്രവാചകനിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിന്റെ അവസാനം അവൻ പറയുകയാണ്, ദൈവസന്നിധിയിൽ നിന്ന് അവൻ ഒരു തീരുമാനമെടുക്കുകയാണ്, അടിയനെ അയക്കണമേ എന്ന്. അടിയനെ അയക്കണമേ. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രസംഗം തിരുവചന ധ്യാനം കഴിഞ്ഞതിന് ശേഷം അവസാനം കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അതിനോട് സമാനമായി നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ആരാധനയുടെ ഒരു ക്രമം വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധന ക്രമം നാം പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ ഇപ്രകാരമുള്ള ഒരു ആരാധനയുടെ ഒരു ക്രമം പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ ആരാധന ക്രമത്തിന്റെ ആ ഭാഗത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി സ്തുതിത്താനിയോടെ അനുതാപവാക്യങ്ങളോടെ പാപക്ഷമ പ്രഖ്യാപനത്തോടെ ദൈവവചനത്തോടെ സമർപ്പണ പ്രാർത്ഥനയോടെ നാം ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് നാം ഇറങ്ങിപ്പോകുന്നതായ ആ ഒരു ക്രമം, ആരാധനയുടെ ഒരു ക്രമം നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ആരാധനയുടെ വിശ്വാസത്തിന്റെ ആഘോഷം എന്നുള്ളത് ആരാധന ഒരു ക്രമമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യെശയ്യാ പ്രവാചകൻ തന്റെ ആരാധനയിലൂടെ അല്ലെങ്കിൽ തനിക്ക് ദർശിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ആരാധനയിലൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവസന്നിധിയിലെത്തുന്നതായ വിശ്വാസിയെ ദൈവവുമായുള്ള ബന്ധത്തിൽ എത്തിക്കുന്നതാണ് ആരാധനയുടെ ഒരു ക്രമം എന്നുള്ളത് നമ്മെ ഈ ഭാഗത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ക്രമമായുള്ള അടുക്കും ചിട്ടയോടുകൂടെയുള്ളതായ ആ ഒരു ആരാധന ദൈവവുമായുള്ളതായ ബന്ധത്തിൽ ജനങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്ന ഒരനുഭവമായി, ഒരു സാഹചര്യമായി ഈ ആരാധന ക്രമം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായ ഒരു ചിന്തയാണ്. രണ്ടാമത് നമ്മൾ വെളിപാട് പുസ്തക ലേഖന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. വെളിപാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ. ഈ പാഠഭാഗം വായിക്കുന്നതായ സന്ദർഭത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട് അവിടെ ആയിരിക്കുന്നതായ ഒരു സന്ദർഭം. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി സ്വർഗീയ ദർശനങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുന്നതായ ഒരു കാഴ്ച അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശിഷ്യനായ യോഹന്നാൻ ഒരു ശബ്ദം കേട്ടു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന്. അതിന് പ്രകാരം എഴുതിയതായ ചിന്തകളാണ്, എഴുതിയതായ വാക്യങ്ങളാണ് യോഹന്നാൻ ഉണ്ടായ വെളിപാട് എന്നുള്ളതായ പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപാട് പുസ്തകം എന്നുള്ളത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നത് ആരാധനയുടെ അനുഭവം നാം അറിയുന്നതാകണം എന്നുള്ളതാണ്. ആരാധനയുടെ അനുഭവം നാം അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്നതാകണം അല്ലെങ്കിൽ നാം അറിയുന്നതാകണം എന്നുള്ളത് നമ്മെ അവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ആത്മവിവശനായി പത്മോസ് ദ്വീപിലായിരിക്കുന്നതായ യോഹന്നാൻ ശിഷ്യൻ
അവൻ ഈ സ്വർഗത്തിലെ ഈ ശബ്ദം കേട്ട് അവിടെ നടക്കുന്നതായ ആരാധനയുടെ അനുഭവം തനിക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചപ്പോൾ അവന് മനസ്സിലാക്കിയിട്ടുള്ളതായ കാര്യങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്താൽ ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സ്വർഗത്തിൽ അവിടെ എന്തെല്ലാമാണ് ഉള്ളത്, എപ്രകാരമാണ് ആരാധനയുടെ ആ ഒരു അനുഭവം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്നുള്ളതായ സാഹചര്യങ്ങളെ യോഹന്നാൻ അവിടെ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സാധാരണ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ സ്വപ്നം അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് എനിക്ക് ദർശനം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. ദൂതന്മാരെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവം എന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയുള്ളതായ ദർശനങ്ങൾ എനിക്ക് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ആയിരുന്നതായ സന്ദർഭത്തിൽ എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് പലരും ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നാം ഒരു തരത്തിൽ നാം അത് ചിന്തിക്കുന്നതായ സന്ദർഭത്തിൽ യോഹന്നാന്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നോക്കുമ്പോൾ വളരെ സ്പഷ്ടമാണ്, ശരിയാണ് എന്നുള്ളത് നമ്മെ അവിടെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. വിശുദ്ധവും ആത്മീയ അനുഭവമായ ജീവിതാനുഭവത്തിൽ ആരാധനയിൽ ആയിരിക്കുന്നതായ സന്ദർഭം, ആരാധനയിൽ ആയിരിക്കുന്നതായ ആ ഒരു സാഹചര്യത്തിൽ ആരാധനയുടെ അനുഭവത്തെ യഥാർത്ഥത്തിൽ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ്, ഹൃദയം, തന്റെ ശരീരം ഇതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് യോഹന്നാൻ ശിഷ്യൻ പത്മോസിലായിരിക്കുന്നതായ ആ ഒരു സന്ദർഭത്തിൽ തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ആരാധനയുടെ അനുഭവം തനിക്ക് യഥാർത്ഥത്തിൽ അറിയുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് നമ്മെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരാധനയും ഇപ്രകാരം അനുഭവമുള്ളതായിരിക്കണം എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നതായ ഒരു ചിന്തയാണ്. മൂന്നാമത് നമ്മൾ സുവിശേഷ ഭാഗം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ. ഇവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ചിന്തയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവും ശമരിയക്കാരി സ്ത്രീയും യാക്കോബിന്റെ ഉറവിനരികെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതായ, സംഭാഷണം നടത്തുന്നതായ ചിന്തകളെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ അവരുടെ സൗഹൃദ സംഭാഷണം ആ ഉറവിനരികെ നിന്നുകൊണ്ട് യേശു കർത്താവും ഈ ശമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ളതായ ആ സൗഹൃദ സംഭാഷണം അവിടെ രേഖപ്പെടുത്തി 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ വളരെ വ്യക്തമായ, ആരംഭം മുതൽ തന്നെ വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആരാധന പൂർണ്ണതയുടെ അനുഭവമാണ് എന്നുള്ളത് ഈ ശമരിയക്കാരിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മൂന്നാമത് നമ്മെ ഈ ചിന്തയിലൂടെ ഓർപ്പിക്കുന്നത് ആരാധന പൂർണ്ണതയുടെ അനുഭവമാണ് എന്ന് നമ്മെ അവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ശമരിയരും യഹൂദരും തമ്മിൽ വിശ്വാസവും ആരാധന സ്ഥലവും കുടുംബകാര്യങ്ങളും ഒക്കെ അവർ തമ്മിൽ വളരെയധികം വ്യത്യസ്തമായ ആചാരങ്ങളിലൂടെ അവർ വ്യത്യസ്തതകൾ പുലർത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യഹൂദന്മാരുടെയും ശമരിയുടെയും തമ്മിലുള്ളതായ വിശ്വാസങ്ങളും ആചാരങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ അതിനകത്ത് ചർച്ച വരുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ യേശു ശമരിയക്കാരി സ്ത്രീയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആരാധനയുടെ മർമ്മം എന്തെന്നും ആരാധന ആർക്കാണ് അർപ്പിക്കണമെന്നും എപ്രകാരമാണ് ആരാധിക്കേണ്ടുന്നത് എന്നുമുള്ളതായ കാര്യങ്ങളെ യേശു കർത്താവ് ആ സ്ത്രീക്ക് അവിടെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം യേശു അവർ പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് യേശു ആ സ്ത്രീയോട് പറയുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ആരാധനയുടെ പൂർണ്ണത എന്നുള്ളത് ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്നതാണ് ആരാധനയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിക്കുന്നത് എന്നുള്ളത് യേശുവിന്റെ ഈ ഒരു ചിന്തയിലൂടെ, ശമരിയക്കാരി സ്ത്രീയിലൂടെ നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാനുഷികമായുള്ള ബന്ധങ്ങൾ മുറിയപ്പെടുന്നതായ ഒരു ലോകം, ആത്മാർത്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം, സത്യസന്ധതയില്ലാതെ പ്രവർത്തിക്കുന്നതായ സാഹചര്യങ്ങൾ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തിടത്തോളം ആരാധനയ്ക്ക് പൂർണ്ണത ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മെ ഈ ഭാഗത്തുകൂടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മിലെ കുറവുകളെ ഉണർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ആരാധനയുടെ അനുഭവവും ആരാധനയുടെ പൂർണ്ണതയും ആരാധനയുടെ അനിവാര്യതയും ഉണർന്ന് ദൈവത്തെ ആരാധിക്കാം. അപ്രകാരം ആരാധിക്കുന്നതായ സന്ദർഭത്തിൽ മാത്രമേ ആരാധനയിൽ ദൈവം വെളിപ്പെടുകയുള്ളൂ എന്നുള്ള പൂർണ്ണമായുള്ള ചിന്ത ഈ 3 ഭാഗങ്ങളിലൂടെയും യേശു കർത്താവ് വളരെ കർശനമായി അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ കാണുന്നതായ ദർശനം, യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നുകൊണ്ട് കാണുന്നതായ ദർശനം, ശമരിയക്കാരി സ്ത്രീയും യേശു കർത്താവും തമ്മിലുള്ളതായ സംഭാഷണം,
അവർ ആരാധനയിലൂടെ ദൈവത്തെ ദർശിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്, അവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത് നമ്മെ അവിടെ ഓർപ്പിക്കുമ്പോൾ നാം ആരാധിക്കുന്നത് നമ്മുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ളതായ ബന്ധമായി മാറുവാൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ആരാധനകളാകാതെ, ആരാധനകൾ ഒരു ചടങ്ങായി തീരാതെ അർത്ഥവത്തായ ആരാധനയായി അർപ്പിച്ചുകൊണ്ട് നമുക്കും അവരെ പോലെ ദൈവത്തെ ദർശിക്കാം. ആരാധനയെ അപ്രകാരം നമ്മളിലൂടെ അർപ്പിക്കപ്പെടുന്നതായ ആരാധന അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ, അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടുള്ള ഒരു ആരാധനയായിരിക്കാൻ സർവശക്തനായ ദൈവം ഈ ചുരുങ്ങിയ ചിന്തകളിലൂടെ നമുക്കിടവരുത്തട്ടെ എന്ന് ഞാൻ ഈ സമയം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, ആത്മാവിലും സത്യത്തിലുമുള്ളതായ ആരാധനയുടെ അനുഭവം എന്ത് എന്നുള്ളത്, ആരാധന വിശ്വാസത്തിന്റെ ആഘോഷം എന്നുള്ളത് എത്രത്തോളമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തിരുവചന ചിന്തകളിലൂടെ അല്പസമയം ധ്യാനിക്കുവാൻ അങ്ങ് ഞങ്ങൾക്കിടവരുത്തിയ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ അനുഭവം, ആരാധനയുടെ പൂർണ്ണത, ആരാധനയുടെ അനിവാര്യത ഉണർന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് നമ്മെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിക്കുന്നു എന്നുള്ളത് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചതിനായി സ്തോത്രം. ആരാധനയുടെ അനുഭവം ഞങ്ങൾ ദർശിച്ചുകൊണ്ട് കർത്താവെ, ആരാധനയിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്കിടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഉണർന്നുകൊണ്ട്, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, യെശയ്യാ പ്രവാചകൻ ആരാധിച്ചതുപോലെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആരാധനയുടെ പൂർണ്ണത ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയുന്നു. പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ ശിഷ്യൻ താൻ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ ആരാധനയിൽ പങ്കെടുത്തതായ സന്ദർഭത്തിൽ ആരാധനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് യോഹന്നാനിലൂടെ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ശമരിയക്കാരി സ്ത്രീയുടെ ജീവിത അനുഭവത്തിലൂടെ കർത്താവെ, ആരാധനയുടെ അനിവാര്യത ഞങ്ങൾക്ക് എത്രമാത്രം എന്താണ് എന്നുള്ളത് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്നതായ ആരാധന കർത്താവെ അപ്രകാരമായിരിക്കാൻ അതൊരു ചടങ്ങായിട്ടല്ല കർത്താവെ, ഒരു ആചാരമായിട്ടല്ല കർത്താവെ, ആത്മാവിലും സത്യത്തിലും നിർവഹിക്കപ്പെടുന്നതായ ഒരു ആരാധനയായി, ദൈവത്തെ ദർശിക്കുന്ന ഒരു ആരാധനയായി ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഞങ്ങളിലൂടെ ആരാധനകൾ അർപ്പിക്കപ്പെടുമ്പോൾ അത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധനയായി, അത് ആഘോഷമായി മാറുന്നു എന്നുള്ളത് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട തിരുവചന ചിന്തകൾ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. മാനവ മൗത്വം സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ സമയം 543 പാട്ട് നമുക്ക് എല്ലാവർക്കും പാടാം. പാട്ടുപുസ്തകത്തിലെ 543 പാട്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ,
ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, ഭവനങ്ങളിലായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആരാധന ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ജനം, ആരാധന ഒരു ചടങ്ങായി മാത്രം കാണുന്നതായ ഒരു കൂട്ടർ, ഒരാചാരമായി കാണുന്നതായ ഒരു കൂട്ടർ, ആരാധന ഒരു പ്രദർശനമായിട്ട് കാണുന്നതായ ഒരു കൂട്ടർ, ഇപ്രകാരമുള്ള ഒരു ലോകത്തിലാണ് കർത്താവെ ദൈവനാമം മഹത്വപ്പെടുന്നത്, ദൈവനാമത്തിലുള്ളതായ ആരാധനകൾ അർപ്പിക്കപ്പെടുന്നത്. അപ്രകാരമുള്ള ഒരു ലോകത്തിൽ യഥാർത്ഥത്തിൽ കർത്താവെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ചുകൊണ്ട് സത്യനമസ്കാരികളായി കർത്താവെ സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന ആരാധനയായി ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ കേട്ടതായ തിരുവചന ചിന്തകള് ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ കുറവുകളെ ഉണർന്നുകൊണ്ട് കർത്താവെ അങ്ങിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കപ്പെടുന്നതായ ആരാധന ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്നുള്ളത് അങ്ങ് ഞങ്ങളെ ഓർമ്മിച്ചിരിക്കുമ്പോൾ, അപ്രകാരം കർത്താവെ ഞങ്ങൾ ആരാധന അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചപ്പെട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണം. വീണ്ടും വരുന്ന പരിശുദ്ധ ദിവസം അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങ് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ആരും യാതൊരു തരത്തിലുള്ള രോഗങ്ങളിലോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളാലോ ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവമേ ഓരോ വ്യക്തികളെയും സുരക്ഷിതമായി അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരും പട്ടിണിയോ പ്രയാസങ്ങളോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഒരു കുറവുമില്ലാതെ സമൃദ്ധിയുടെ അനുഭവം നൽകി കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഓരോരുത്തർക്കും ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗീയ ഭണ്ഡാരത്തിൽ നൽകി അങ്ങ് അനുഗ്രഹിച്ച് അങ്ങ് കാത്തുപരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീർന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെട്ടതായ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധനയായി തീരുവാൻ, അതിലൂടെ കർത്താവെ ഞങ്ങളുടെ സഭയും കുടുംബങ്ങളും ദേശവും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷിച്ച സമയങ്ങളിലും അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നെന്ന് അനുഗ്രഹിക്കണം. മാനവ മൗത്വം സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാ പ്രിയപ്പെട്ടവരോടും സഭയോടും കുടുംബങ്ങളോടും ദേശത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.